Hello friends, Assalamu alaikum. Welcome back. ഇന്നൊരു ഓർഗനൈസേഷൻ വീഡിയോ കാണിക്കുന്നേ. പെണ്ണുങ്ങൾക്ക് ജാസ്തി ഇഷ്ടോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ജാസ്തി ഇൻട്രസ്റ്റിംഗ് എന്തിലായിരിക്കും ചോദിച്ചാൽ ബാഗ് മേങ്ങുന്നതല്ലേ. ബാഗ് പർച്ചേസിങ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു 8 ഈസി ആയിട്ട് ഹാൻഡ് ബാഗ് സ്റ്റോറേജ് ആക്കുന്ന ഐഡിയാസ് എങ്ങനെയെന്ന് കാണിക്കാം. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടാവും, അറിയാത്തക്ക് ഇതൊരു ഹെൽപ്പാവും അല്ലേ. അപ്പോൾ നോക്കാം ഏതെല്ലാം രീതിയിൽ വെക്കാനാവും. അപ്പോൾ ഫസ്റ്റത്തെ ഹാക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലത്തെ എസ് ഒക്കെ യൂസ് ആക്കിയിട്ട് ഹാങ് ആക്കുന്നത്. ഇത് ഈസി ആയിട്ട് കബേർഡിൽ യൂസ് ആക്കിയിട്ട് ഹാങ് ആക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഈസി ആയിട്ട് ഹാങ്ങിങ് റോഡിൽ ഈ എസ് ഒക്കെ ഇട്ടിട്ട്, ഇത് ചെറിയ കബേർഡ് ആയതുകൊണ്ട് ഇതിൽ 5-6 ബാഗോളം തൂക്കാൻ കഴിയും. ഇതിൽ തന്നെ 10 ബാഗ് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് യൂസ് ആക്കാൻ കഴിയും. ചെറിയ ബാഗ് നടുവിൽ വെച്ചെടുത്തിട്ട് വലുതും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് 10 ബാഗോളം ഇതിൽ വെക്കാനാവും. രണ്ടാമത്തെ ഹാക്കും കബേർഡിൽ തന്നെ നമുക്ക് വെക്കാൻ കഴിയും. ഇതുപോലെ സ്പേസ് ആക്കിയിട്ട് ചെറിയ കബേർഡിലെങ്കിൽ ഇതുപോലെ ഒരു 4-5 ബാഗ് വെക്കാൻ കഴിയും. പിന്നെ ചെറുതെങ്കിൽ 10 ബാഗോളം ഇതിൽ വെക്കാനാവും. ഇല്ലെങ്കിൽ കബേർഡത്തെ മുകളിലത്തെ സ്പേസിനെ ഒരു ഹാൻഡ് ബാഗ് വെക്കാനായിട്ട് യൂസ് ആക്കിയാൽ ഇതുപോലെ മുകളിലത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷനെ ഹാൻഡ് ബാഗ് ഇതുപോലെ സ്റ്റോർ ആക്കിയിട്ട് വെക്കാനും ആവും. പിന്നെ മൂന്നാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഇങ്ങനത്തെ ഹുക്ക് എല്ലായിടത്തും കിട്ടും. പിന്നെ മാക്സിമം ആൾക്കാർ ഈ ഒരു സ്റ്റോറേജ് ഐഡിയാസ് തന്നെ യൂസ് ആക്കൽ. അപ്പോൾ ഇതിനെ ഡോറിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ യൂസ് ആക്കാം, ഇല്ല കബഡിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും ഇതിനെ ഫിറ്റാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഹാങ് ആക്കി വെക്കാം. ഇങ്ങനത്തെ ഇല്ലെങ്കിൽ ഒരു ഹുക്കിൻ്റെ ഉള്ളിൽ 2 ബാഗ് വേണമെങ്കിലും യൂസ് ആക്കാം. പിന്നെ നാലാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ക്ലാമ്പ് യൂസ് ആക്കൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ റോഡും കിട്ടുന്നത്. ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടലുണ്ട്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ്സിലും ഇത് അവൈലബിൾ തന്നെ. അപ്പോൾ ഇതുപോലത്തെ ക്ലാമ്പ് അല്ലെങ്കിൽ റോഡ് യൂസ് ആക്കിയിട്ട് നമുക്ക് കുറേ ബാഗ് ഇതിൽ ഹാങ് ആക്കി വെക്കാൻ കഴിയും. മാക്സിമം ഒരു 10-15 ബാഗോളം ഇതിൽ ഹാങ് ആക്കി വെക്കാനാവും. അതേപോലെ ചെറിയ ബാഗ് ഫ്രണ്ടിലും തൂക്കിയിട്ടിട്ട് വലിയ ബാഗ് ബാക്കിൽ തൂക്കിയിട്ടാൽ ഈസി ആയിട്ട് എടുക്കാനും ആവും. പിന്നെ ജാഗ ജാസ്തി ഇല്ല, ചെറിയ സ്പേസ് ഉള്ളാക്ക് ഇതുപോലെ സ്റ്റോർ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അഞ്ചാമത്തെ ഹാക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ഒരു DIY ഹോൾഡർ ആക്കുക. ഇത് കാർഡ്ബോർഡിലാക്കിയിട്ടുള്ളത്, ജസ്റ്റ് ഒരു കളർ ടേപ്പ് ഇതിന് കവറാക്കിയിട്ട് ആക്കിയത്. ഇത് കവറാക്കണമെങ്കിൽ വേണമെങ്കിൽ പില്ലോ കവർ യൂസ് ആക്കുക, അല്ലെങ്കിൽ ഒരു ടീഷർട്ടിനെ വേണമെങ്കിൽ കവറാക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേ ട്യൂട്ടോറിയൽ പോസ്റ്റ് ആക്കിന്, നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ കബോർഡ് യൂസ് ആക്കിയിട്ടും നമുക്ക് ഹാൻഡ് ബാഗ് നീറ്റായിട്ട് സ്റ്റോർ ആക്കി വെക്കാം. ഇതുപോലത്തെ ബോക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന അങ്ങനത്തെ ബോക്സ് യൂസ് ആക്കിയിട്ട് ഇതുപോലെ ഫയൽ സിസ്റ്റമിൽ ഹാൻഡ് ബാഗിനെ നീറ്റായിട്ട് അറേഞ്ച് ആക്കി വെക്കാൻ കഴിയും.
ഇതിനെ വേണമെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിലും വെക്കാം, അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ വേണമെങ്കിലും സ്റ്റോറാക്കി വെക്കാം. ഇതും അങ്ങനെ വലിയ സൈസ് വേണമെങ്കിൽ വലിയ ബോക്സ് യൂസ് ആക്കാം, ചെറിയ ബാഗിന് ചെറിയ ബോക്സ് യൂസ് ആക്കിയിട്ട് ഇതുപോലെ നീറ്റായിട്ട് അറേഞ്ച് ആക്കി വെക്കാനാവും. അതേപോലെ എടുക്കാനെങ്കിലും ഈസി ആയിട്ട് ചൂസ് ആക്കിയിട്ട് എടുക്കാനും ആവും. പിന്നെ ചെറിയ ക്ലച്ചസ്ക്ക് അല്ലെങ്കിൽ ചെറിയ പർസിന് ഇതുപോലത്തെ ചെറിയ ബാസ്ക്കറ്റ് യൂസ് ആക്കിയാൽ മതി. ഇതെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിൽ നീറ്റായിട്ട് എടുത്തു വെക്കാൻ കഴിയും. ഇങ്ങനെ വെക്കുമ്പോൾ ഈസി ആയിട്ട് എടുക്കാനും ആവും, അതേപോലെ തിരിച്ചിട്ട് വെക്കാനും ആവും. ഇതിൽ ഇപ്പോൾ ഒരു 5 പർസ് ഇതിൽ വെക്കാനാവും. പിന്നെ 6ാമത്തെ ഹാക്ക്, അതിനായിട്ട് മുമ്പ് എല്ലാ ബാഗ്സിനും ഇതുപോലത്തെ കവറ് ഇപ്പോൾ കിട്ടലുണ്ട് അല്ലേ. അപ്പോൾ ആ കവറിനെ കളയാണ്ട് ആ ബാഗിനെ ഈ കവറിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണം. അതെന്തിനോർ തരുന്നതെന്ന് പറഞ്ഞാൽ ആ ബാഗ് പെട്ടെന്ന് ബെടുക്കാവാതിരിക്കാനായിട്ട് തന്നെ ഈ കവർ ഓർ തരുന്നത്. അപ്പോൾ ഏത് ബാഗും സ്റ്റോർ ആക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ കവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ അത് ഇട്ടിട്ട് വെച്ചിട്ട് ബാഗിനെ സ്റ്റോറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 6th ഹാക്ക്, ഇതുപോലത്തെ ബ്ലാങ്കറ്റ് കവറിൽ സ്റ്റോറാക്കി വെക്കാം. ബ്ലാങ്കറ്റ് കവർ സാധാരണ എല്ലാവരുടെ പേരിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഹാൻഡ് ബാഗിനെ നീറ്റായിട്ട് അറേഞ്ച് ആക്കിയിട്ട് ഇതിനെ ബെഡിൻ്റെ അടിയിലും വെക്കാം, അല്ലെങ്കിൽ കബേർഡിൻ്റെ ഉള്ളിലും വെക്കാം. ഭയങ്കര ഈസി ആയിട്ട് സ്റ്റോർ ആക്കിയിട്ട് വെക്കാൻ കഴിയും. കംപ്ലീറ്റ് ആയിട്ട് കവറാക്കിയിട്ട് ഇതിനെ ഏടെ വേണോ ആടെ കൊണ്ടുപോയിട്ട് എടുത്തു വെക്കാം. ഇങ്ങനെ ആക്കിയിട്ട് വെക്കുമ്പോൾ കുറേ സ്പേസിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനെ നീറ്റായിട്ട് നമുക്ക് ബെഡിൻ്റെ അടിയിലും വെക്കാം, അതേപോലെ കബേർഡിൻ്റെ ഉള്ളിലും ഇതുപോലെ വെക്കാം. ഏഴാമത്തെ ഹാക്ക്, ഇതുപോലത്തെ റോഡ് ഉണ്ടെങ്കിൽ അതിൽ ഈസി ആയിട്ട് നമുക്ക് ഹാങ് ആക്കി വെക്കാൻ കഴിയും. ഇതുപോലത്തെ റോഡ് യൂസ് ആക്കുന്നെങ്കിലും അങ്ങനെ ഒരേ റോഡിൽ 2-3 ബാഗോളം ഹാങ് ആക്കി വെക്കാൻ കഴിയും. അതേപോലെ സ്പേസ് എങ്കിലും കുറേ സ്പേസിൻ്റെ ആവശ്യമേ ഉണ്ടാകുന്നില്ല. ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇതുപോലെ നീറ്റായിട്ട് ഓർഗനൈസ് ആക്കിയിട്ട് വെക്കാൻ കഴിയും. ലാസ്റ്റത്തെ ഹാക്ക്, ഈസി ആയിട്ട് ഇതുപോലെ ഡോറിൽ ഒരു കമാൻഡ് ഹുക്ക് യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഹാങ് ആക്കിയിട്ട് വെക്കാൻ കഴിയും. ഒരേ ഡോറിൽ മാക്സിമം ഒരു 3-4 ബാഗോളം ഇങ്ങനെ ഹാങ് ആക്കിയിട്ട് വെക്കാനാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർഗനൈസ് ആക്കിയിട്ട് വെക്കാം. ഈ ചാനലിൽ ഞാൻ കുറേ ഓർഗനൈസേഷൻ വീഡിയോ മുന്നേ ഇട്ടിന്, ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ് ആവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവാ. ഇഷ്ടമായാൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിനാൽ, അതേപോലെ ഇഷ്ടമായിനാൽ ഷെയർ ആക്കിയിട്ട് ലൈക്ക് ആക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ടവാ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നോളൂ. ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.